അപ്പോൾ ഇന്നത്തെ ലൈവിൽ സിജോ നമ്മുടെ ജാസ്മിനെതിരെ നടത്തിയൊരു മരണമാസ് പെർഫോമൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. അതായത് പ്രേക്ഷകർ ചോദിക്കാനും പറയാനും ഒക്കെ വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ സിജോ ഇങ്ങനെ എണ്ണി നമ്മുടെ ജാസ്മിനോട് ചോദിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹീരാ സ്ട്രീം ചാനൽ. അപ്പോൾ ഇന്നത്തെ ലൈവിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഒരു മരണമാസ് പെർഫോമൻസ്. അത് കാഴ്ചവെച്ച വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം സിജോ. ഇനി അത് ആർക്കെതിരെയാണ് കാഴ്ചവെച്ചതെന്ന് ചോദിച്ചാൽ അത് മറ്റാർക്കുമല്ല, നമ്മുടെ ജാസ്മിന് നേരെയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നോമിനേഷനിൽ വന്നതിനെ പറ്റി സംസാരിക്കാനായിരുന്നു. ബസർ ടു ബസർ ടാസ്ക് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ വന്നു നിന്ന് സംസാരിച്ചപ്പോൾ നമ്മുടെ അർജുൻ ചോദിക്കുന്ന 2 ഘട്ടങ്ങളിലൂടെയാണ് ജാസ്മിൻ ഇവിടെ കൂടെ ബിഗ് ബോസിലൂടെ കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഘട്ടത്തെ ഓർത്ത് കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിച്ചു. ജാസ്മിൻ അറിയാമല്ലോ, ജാസ്മിൻ ഇല്ലയെന്ന് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്നത് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. ആരെന്ത് പറഞ്ഞാലും അതിനെതിരെ പറഞ്ഞവരുടെ മുകളിൽ കയറി നിന്ന് സംസാരിക്കാൻ നല്ലപോലെ അറിയാം. അപ്പം ഇന്നെന്തായാലും സിജോ ആ ഒരു ഇത് തീർത്തു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ശ്രീധുവിനോട് സിജോ ചോദിച്ചു എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ ശ്രീധു അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞു. പക്ഷേ അതിനെ കളിയാക്കാനായിട്ട് ജാസ്മിൻ അത് കഴിഞ്ഞ് സിജോ ഇതാ 50 രൂപ സംഭാവന എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു. അപ്പം അതിൽ തൊട്ടാണ് രണ്ടുപേരും കൂടെ ഒരു വഴക്കാകാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ജാസ്മിൻ ഇവിടുന്ന് ക്വിറ്റ് ആകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഇല്ല, ഞാനിവിടെ ആരോടും ക്വിറ്റ് ആവണമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരാരും മിണ്ടിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർക്കാർക്കും ഓർമ്മയില്ലെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയാണ് അല്ലേ? ഗബ്രി ഇല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് പോവും, ഗബ്രി സീക്രട്ട് റൂമിൽ കാണും, വന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും ക്വിറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അങ്ങനെ ഒരാളേ അല്ല, അങ്ങനെയൊന്നും കാണിക്കുന്ന പോലും ഇല്ല ജാസ്മിൻ. അത് മറന്നുപോയി, മറ്റുള്ളവരും മറന്നുപോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ സിജോ പറയുന്നു, ജാസ്മിൻ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ, നീ ഇവിടെ ഗബ്രിയുടെ ഫോട്ടോയും മാലയൊന്നും വെച്ച് കളിക്കുന്നത് നിൻ്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെടത്തില്ല, അവരിത് കണ്ടാൽ അത് കീറിക്കളയെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു. നിൻ്റെ ഫാമിലി വന്നപ്പോഴും അത് തന്നെയല്ലേ ആദ്യം ചെയ്തതെന്ന് സിജോ നമ്മുടെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, എൻ്റെ ഫാമിലി അത് കീറിക്കളഞ്ഞില്ലല്ലോ, ഇത് രണ്ടും ഏകദേശം ഒന്നല്ലേ. അപ്പോൾ സിജോ പറഞ്ഞു, കീറിക്കളഞ്ഞത് അവരുടെ മര്യാദ എന്ന് പറഞ്ഞു. ജാസ്മിന് ഉത്തരവൊന്നും ഇല്ല, എന്നാലും തപ്പിത്തടഞ്ഞൊക്കെ ഓരോന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സിജോ ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. പഴയ ഗബ്രിയായിട്ടുള്ള കാര്യവും അങ്ങനെ വാഴത്തോപ്പിൽ മാറിയെന്ന് സംസാരിച്ച കാര്യം അങ്ങനെ ഇങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിജോ. അപ്പോൾ ഇന്ന് നമ്മുടെ സിജോ ജാസ്മിനെ വാക്കുകൾ കൊണ്ട് പൊളിച്ചടുക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. നല്ല മരണം മാസ് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ലാലേട്ടാ, ജാസ്മിനെ മറന്ന കാര്യമൊന്നും ഓർമ്മിപ്പിച്ചേക്കണം കേട്ടോ. ഒന്ന് വീക്കെൻഡിൽ ഇടയ്ക്കൊന്ന് കോമഡി ആയിട്ടെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. ഗബ്രിയില്ല, നിൽക്കാൻ പറ്റില്ല, എൻ്റെ ഗബ്രീനെ കുറിച്ച് ക്വിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് കാണിച്ചാൽ കൊള്ളായിരുന്നു. അപ്പം സിജോയുടെ മാസ് പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്ക് യു സോ മച്ച്.